ഇന്നലെ നമ്മളെ കേരളം കണ്ട ഒരു വലിയൊരു ദൗത്യം നടന്നൊരു ദിവസം കൂടിയാണല്ലോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകൾ കൂടി നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, എറണാകുളം ജനറൽ ആശുപത്രിയിൽ ഹൃദയം മാറ്റിവെച്ച നേപ്പാൾ സ്വദേശിനി ദുർഗ ICUവിൽ നിരീക്ഷണത്തിൽ തുടരുകയാണ്. ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയതായി ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ R. ഷാഹിർ ഷാ അറിയിച്ചിട്ടുണ്ട്. മസ്തിഷ്ക മരണം സംഭവിച്ച കൊല്ലം സ്വദേശി ഷിബു ആണ് 21-കാരിക്ക് ഹൃദയം നൽകിയത്. സഹിൻ ആന്റണി നമുക്കൊപ്പം ചേരുന്നുണ്ട്. സഹിനെ, ഇപ്പോൾ ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? നിരീക്ഷണം തുടരുമല്ലേ? സേതു, നമ്മൾക്ക് എല്ലാവർക്കും അഭിമാനിക്കാൻ കഴിയുന്ന, പ്രത്യേകിച്ചും എറണാകുളം ജനറൽ ആശുപത്രിക്ക് എടുത്തു പറയാൻ കഴിയുന്ന നേട്ടങ്ങളിൽ ഒന്ന് തന്നെയാണ് ഇന്നലെ സംഭവിച്ചത്. രാജ്യം ഒട്ടാകെയുള്ള ജനറൽ ആശുപത്രികളിൽ നടക്കാത്ത ഒരു ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നമ്മുടെ നാട്ടിൽ, നമ്മുടെ എറണാകുളം ജനറൽ ആശുപത്രിയിൽ നടന്നു. അത് വിജയകരമായി തന്നെ പൂർത്തിയാക്കാൻ ഡോക്ടർമാർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. നേരത്തെ സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ നേപ്പാൾ സ്വദേശിനിയായിട്ടുള്ള ദുർഗയ്ക്കാണ് ഹൃദയം മാറ്റിവെച്ചത്. 22 വയസ്സുകാരിയായിരുന്നു. കഴിഞ്ഞ ഒരു വർഷമായി എറണാകുളം ജനറൽ ആശുപത്രിയിൽ ദുർഗ ചികിത്സയിലായിരുന്നു. ഇന്നലെ കൊല്ലം സ്വദേശിയായിട്ടുള്ള ഷിബുവിൻ്റെ ഹൃദയം എറണാകുളത്തെ ഹയാത്ത് ആശുപത്രിയിൽ പറന്നിറങ്ങുകയാണ് ഉണ്ടായത്. അവിടെ നിന്നും അതിവേഗത്തിൽ ഹൃദയം ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു. പിന്നീട് ഹൃദയം തുന്നിച്ചേർക്കൽ ശസ്ത്രക്രിയയായിരുന്നു, അതും വിജയകരമായി പൂർത്തിയാക്കി. തുടർന്ന് ഈ ദുർഗയെ ICUവിലേക്ക് മാറ്റിയിരിക്കുകയാണ്. നിരീക്ഷണത്തിലാണ് ഡോക്ടർമാരുടെ. പക്ഷേ ഹൃദയ ശസ്ത്രക്രിയ പൂർണ്ണമായും വിജയത്തിലെത്തിക്കാൻ കഴിഞ്ഞു. ഒരു സർക്കാർ ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമാണ്. സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ആശ്വസിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. നമ്മൾക്കറിയാം, ഒരു ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് ലക്ഷങ്ങൾ വേണ്ടി വരുമ്പോൾ സർക്കാർ ആശുപത്രിയിൽ 1 രൂപ പോലും ചെലവില്ലാതെയാണ് നമ്മളുടെ സർക്കാർ, നമ്മളുടെ ആശുപത്രികളിൽ ഇത് സാധ്യമാക്കിയിരിക്കുന്നത്. രാജ്യത്തിന് അഭിമാനിക്കാൻ കഴിയുന്ന, കേരളത്തിന് അഭിമാനിക്കാൻ കഴിയുന്ന, എറണാകുളം ജനറൽ ആശുപത്രിക്ക് അഭിമാനിക്കാൻ കഴിയുന്ന വലിയ നേട്ടം, ആ വലിയ നേട്ടം നമ്മൾ കൈവരിച്ചു. ഇനി ഈ ഹൃദയമാറ്റൽ ശസ്ത്രക്രിയക്ക് വിധേയമായിട്ടുള്ള ദുർഗ എത്രയും പെട്ടെന്ന് പൂർണ്ണമായിട്ട് ആശ്വാസം നേടി പുറത്തു വരുന്നതിന് വേണ്ടി നമ്മൾക്ക് കാത്തിരിക്കാം. എന്തായാലും രാജ്യത്തിന് അഭിമാനിക്കാൻ കഴിയുന്ന ഒരു നേട്ടം നമ്മുടെ സർക്കാരിന് കൈവരിക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. സാധാരണ നമ്മുടെ രാജ്യത്തിന് തന്നെ അഭിമാനിക്കാൻ കഴിയുന്ന ഒരു നേട്ടമാണ് ഈ നടന്നത്. പിന്നെ നല്ല നമ്മളിപ്പം എപ്പോഴും പറയില്ല, കേരളം എല്ലാ കാര്യങ്ങളിലും ഒത്തൊരുമിച്ച് നിൽക്കുമെന്നുള്ളത്. അങ്ങനെ എല്ലാ സംവിധാനങ്ങളും ഒരുമിച്ച് നിൽക്കുകയും ആ ഒരു ദൗത്യം നടക്കുകയൊക്കെ ചെയ്തൊരു ദിവസമായിരുന്നു ഇന്നലെ. അതിനൊപ്പം തന്നെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ, സന്തോഷത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും നമ്മൾ ഓർക്കണം കൊല്ലം സ്വദേശിയെ ഷിബു. അദ്ദേഹം മസ്തിഷ്ക മരണം സംഭവിച്ചു. അദ്ദേഹത്തിൻ്റെ ഓർമ്മകളുണ്ട്. ആ വീട്ടുകാരുടെ താല്പര്യപ്രകാരമാണ് ഈ കുട്ടിക്ക് ഈ ഹൃദയം അടക്കം നൽകിയത്. അപ്പം ആ കുടുംബത്തെയും നമുക്ക് ചേർത്ത് പിടിക്കണം. ആ കുടുംബത്തിൻ്റെ നല്ല മനസ്സിന് മുന്നിലും ഒരു കൂപ്പുകൈ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു.